സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഈ ദിവസത്തിലെ വചനചിന്തയ്ക്കായി പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം വായിക്കുന്നു. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവിടുത്തെ മേലിട്ടുകൊള്ളുവിൻ. മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്തിന്റെ തിരക്കിൽ കഴിയുന്ന മനുഷ്യൻ എല്ലായ്പ്പോഴും പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ്. അതുകൊണ്ട് അറിയാതെ തന്നെ ചിന്താകുലങ്ങളിൽ വലഞ്ഞു പോകുന്നു. ഇതിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുവാൻ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അബ്രഹാം യാഗത്തിനു വേണ്ടി ഒരുക്കിയ സ്ഥലത്തിന് യഹോവ യിരേ എന്ന പേരിട്ടതായി നാം വായിക്കുന്നുവല്ലോ. ദൈവം കരുതിക്കൊള്ളും എന്നത്രേ ആ പേരിന്റെ അർത്ഥം. ഏത് പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം കരുതിക്കൊള്ളും എന്ന് വിശ്വസിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി കരുതുക മാത്രമല്ല, നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഈ സത്യം അനുഭവിച്ചറിയുവാൻ സാധിച്ചതുകൊണ്ടാണ് തന്റെ മകനായ ഇസഹാക്കിന് പകരം ദൈവം ആട്ടിൻകുട്ടിയെ കരുതിയ ആ സ്ഥലത്തിന് അബ്രഹാം യഹോവ യിരേ എന്ന് പേരിട്ടത്. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന് വേണ്ടി മോറിയ മലയിൽ കരുതിയ ദൈവം നമ്മുടെ രക്ഷയ്ക്കായി കാൽവരി മലമുകളിൽ തന്റെ പുത്രനെ ഒരുക്കിയ ദൈവം തന്നിൽ വിശ്വസിക്കുന്ന, തന്നിൽ ആശ്രയിക്കുന്ന തന്റെ മക്കൾക്കു വേണ്ടി ഇന്നും കരുതുന്നവനാണ്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ആകുലങ്ങൾ നേരിടുമ്പോൾ, ചിന്താഭാരത്താൽ തളരുമ്പോൾ, കഷ്ടപ്പാടിൽ വലയുമ്പോൾ നാം ഓർക്കേണ്ടുന്ന വസ്തുത ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മോട് അരുളി ചെയ്ത കാര്യമാണ്. നാം വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുവല്ലോ: നിങ്ങൾക്ക് ലോകത്ത് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച കർത്താവ് ലോക അവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെയുണ്ട്. അത് അവിടുന്ന് നമുക്ക് നൽകിയ വാഗ്ദത്തമാണ്. അവിടുന്ന് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടിയത്: മരണനിഴലിൻ താഴ്വരയിൽ കൂടി കടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെയിരിക്കുന്നുവല്ലോ. അതെ പ്രിയരെ, ഈ ലോകയാത്രയിൽ നമ്മോട് കൂടെയിരിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ഈ നല്ല ഇടയനിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ സകല ചിന്താകുലങ്ങളും അവിടുത്തെ മേൽ നമുക്ക് ഭരമേൽപ്പിക്കാം. അതിനായി ഇന്ന് വചനം കേട്ട എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്കായി കരുതുന്ന ദൈവമാണല്ലോ. അങ്ങയുടെ പുത്രനിലൂടെ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ, കരുതിയ എല്ലാ നന്മകൾക്കായും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഈ ദൈവത്തിൽ ആശ്രയിച്ച് ആശ്വാസം പ്രാപിച്ച് പ്രത്യാശയോടെ ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ കേട്ടതിനാൽ നന്ദി. ആമേൻ. ആത്മനാഥന്റെ സ്നേഹവചനങ്ങൾ നിത്യവും ശ്രവിപ്പാൻ സ്വർഗീയനാഥം, The Heavenly Voice. മരുഭൂവിലെ പരിശോധനകളിൽ പരിപാലിക്കുന്നവനെ നോക്കിടുന്നേ. മരുഭൂവിലെ പരിശോധനകളിൽ പരിപാലിക്കുന്നവനെ നോക്കിടുന്നേ. അരുളുമവൻ ആശ്വാസത്തിൻ വചനങ്ങൾ, തരുമവൻ പുതുമന്ന ആഹാരമായി. കരുതുന്നവന്റെ തൃക്കരങ്ങളിൽ പരിപൂർണമായി ഞാൻ സമർപ്പിക്കുന്നേ. കരുതുന്നവന്റെ തൃക്കരങ്ങളിൽ പരിപൂർണമായി ഞാൻ സമർപ്പിക്കുന്നേ. വഴി നടത്തുമവൻ, കരം പിടിക്കുമവൻ, മിഴികളെ നനയാതെ പാലിച്ചിടും. നല്ല ദാനങ്ങൾ നിറ
നിരവധി നൽകിയോനെ വല്ലഭാ നീ മാത്രം സ്തുതിക്കു യോഗ്യൻ.